കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് പോവുകയാണ്. ആദ്യം പ്രവർത്തകർ, പിന്നീട് എംപിമാർ, പിന്നീട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ എന്നാണോ? അതായത് പ്രജിഷ എംപിമാരെ ബലം പ്രയോഗിച്ച ഈ വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ചില എംപിമാർക്ക് അവരുടെ ഈ ഷർട്ട് പോലും മാറ്റി, അതായത് ബനിയൻ ഇട്ടുകൊണ്ടാണ് ചില എംപിമാർ ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് കയറുന്നത്. എംപിമാരെ ബലം പ്രയോഗിച്ച് ഈ വാഹനത്തിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പല എംപിമാർക്കും കാര്യമായ തോതിലുള്ള പരിക്ക് ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതേണ്ടത്. കാരണം വനിതാ എംപിമാരെ ഉൾപ്പെടെ ഈ ബലം പ്രയോഗിച്ച് ഈ വാഹനത്തിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഓരോ എംപിമാരെയായി ഈ വാഹനത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. മറ്റ് എംപിമാരെയാണ് ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് ബലം പ്രയോഗിച്ചപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരെ ഈ എംപിമാരെ ഇപ്പോൾ നിലവിൽ കിങ്സ്വേ ക്യാമ്പിലേക്ക്, സിവിൽ ലൈൻസിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ലഭിക്കുന്ന വിവരം. 3 മണിക്കൂറോളം ഈ സമരം ഇവിടെ തുടർന്നിരുന്നു. ആ സമരത്തിന് ഒടുവിലാണ് ഇപ്പോൾ എംപിമാരെ ഈ വാഹനത്തിനുള്ളിലേക്ക് പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ചപ്പോൾ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം, എംപിമാരുടെ ചെറുത്തുനിൽപ്പ് എംപിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ചെറുത്തുനിൽപ്പെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു ഇടപെടലാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ചില എംപിമാരെ ബലം പ്രയോഗിച്ചാണ് ഈ പോലീസ് വാഹനത്തിനുള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ ചില എംപിമാർക്ക് കാര്യമായ തോതിലുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമ്മളോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ ചേരുകയാണ്. സമരം അവസാനിക്കത്തില്ല. സമരം ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് സമരം ആരംഭിച്ചിട്ടേ ഉള്ളൂ. കാര്യം ഗവൺമെന്റ് ഒരു അഷുറൻസ് പാർലമെന്റിൽ കിട്ടാതെ ഒരു കാരണവശാലും നമ്മൾ ഈ സമരത്തിൽ പോവില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് സമരം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ സമരം വിജയം കണ്ടെത്തി പിന്മാറും. ഓക്കെ, രാജ്മോഹൻ പറഞ്ഞതുപോലെയാണ്. പക്ഷേ ഇപ്പോൾ ഈ വാഹനം ഈ എംപിമാരെ കൊണ്ടുപോകുന്ന വാഹനം തടയുന്നതിനായി, അല്ലെ അത് തടയുന്നതിനായി രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്ക് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന വാഹനം തടയുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ ഒരു എതിർപ്പാണ് എംപിമാരുടെയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഈ എംപിമാരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് തടയുന്നതിനായുള്ള നടപടികൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുകയാണ്. ഈ വാഹനം തടയുന്നതിനായി റോഡിൽ കിടന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ എംപിമാരെ അറസ്റ്റ് ചെയ്ത വാഹനം, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്